സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ, ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. വിമലശ്ശേരി ഇടവകയിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നത് വെള്ളരിക്കുണ്ട് ഇടവകയിലേക്കാണ്. അത് കാസർഗോഡ് ജില്ലയിലുള്ള ഒരു ഇടവകയാണ്, വലിയൊരു ഇടവക. ഞാൻ ആ ഇടവകയെ സമീപിക്കാറായപ്പോൾ ഒരു 10-70 പേര് എനിക്ക് അഭിമുഖമായി വന്ന്, അച്ചോ ഇവിടെ ആകെ പ്രശ്നമാണ്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്, ഈ ഇടവക രണ്ടായിട്ട് വിധിച്ചിരിക്കുകയാണ്, ഒരു സ്വൈര്യവുമില്ല, പോലീസ് കേസുണ്ട്, അടിപിടി നടക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം എന്നെ മുൻകൂട്ടി അവരറിയിച്ചു. എനിക്കാകപ്പാടെ ഒരു ഭയപ്പാടും ഒരു അത്ഭുതവുമാണ് ഉണ്ടായത്. തേക്കുംകുറ്റിയിലെ സാമൂഹ്യ ഇടപെടലുകൾക്ക് ശേഷം ഓണയാത്തുംകുഴി അച്ഛൻ എത്തിയത് പശുക്കടവിലാണ്. തേക്കുംകുറ്റി ഇടവകയിൽ നിന്ന് എനിക്ക് സ്ഥലമാറ്റം ലഭിച്ചത് കുറ്റിയാടിക്ക് അടുത്തുള്ള പശുക്കടവ് ഇടവകയിലേക്കാണ്. അവിടെയും എൻ്റെ ആ പ്രവർത്തന ശൈലി അനുസരിച്ച് യുവജനങ്ങളെയെല്ലാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ചില ചേരിതിരിവും ഭിന്നിപ്പുമൊക്കെ എല്ലാവരുമായിട്ടുള്ള ചർച്ചയിൽ കൂടി യുവജനങ്ങളുടെ സഹായത്തോടെ പരിഹരിക്കാൻ കഴിഞ്ഞു.
ഏറെ സുന്ദരമായ ഈ മലയോര ഗ്രാമത്തിലും അച്ഛൻ ഊന്നൽ നൽകിയത് കൃഷിക്കും വിദ്യാഭ്യാസത്തിനുമാണ്. ഇടവകയുടെ സമഗ്ര വികസനം ഈ വൈദികന്റെ സ്വപ്നമായിരുന്നു. ഓണയാത്തുംകുഴിയച്ചനെ കുറിച്ച് വളരെ സ്നേഹത്തോടു കൂടി മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുള്ളൂ. 1994 മുതൽ 98 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അച്ഛൻ പശുക്കടവ് വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചത്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങൾക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഞങ്ങളുടെ സെമിത്തേരി നവീകരിച്ച കാര്യമാണ്. ഈ ഇടവകയിലെ കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ അച്ഛൻ വിവിധ ഇടവകൾ പോയി അവിടെയുള്ള സെമിത്തേരികളുടെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കി വളരെ മനോഹരമായ ഒരു സെമിത്തേരി ഇവിടെ പണിയുകയുണ്ടായി. അതിന് ശാന്തി ഭവനം എന്ന് പേര് കൊടുത്തുകൊണ്ട് അത് എല്ലാവർക്കും ആകർഷകമായ രീതിയിൽ നവീകരിച്ചു. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഈ പള്ളിയുടെ തരിശായി കിടന്ന സ്ഥലങ്ങൾ മുഴുവൻ തേക്കുകൾ വെച്ച് പിടിപ്പിച്ചു. ഇന്ന് അത് വലിയ ഒരു അസറ്റായിട്ട് ഞങ്ങളുടെ ഇടവകയ്ക്ക് ഇന്ന് നിലകൊള്ളുകയാണ്. അതുപോലെ സ്കൂളിൻ്റെ കോമ്പൗണ്ട് മതിൽ അച്ഛൻ്റെ കാലത്താണ് കെട്ടി പുതുക്കി നവീകരിച്ചത്. അതോടൊപ്പം തന്നെ സ്കൂളിലുണ്ടായിരുന്ന കിണർ അടി മുതൽ കരിങ്കല്ല് കൊണ്ട് കെട്ടി കുട്ടികൾക്ക് സൗകര്യമായ രീതിയിൽ കുടിവെള്ള പദ്ധതി തയ്യാറാക്കി. അതുപോലെ തന്നെ അച്ഛൻ ഈ ഇടവകയിൽ വന്നതിന് ശേഷം ഏറ്റവും ശാന്തമായ ഒരു കാലഘട്ടമായിരുന്നു ഈ 4 വർഷക്കാലം. എല്ലാവരെയും ഒരുപോലെ വളരെ സ്നേഹത്തോടുകൂടി സ്നേഹിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആരുടെയും ഒരു കുറ്റം ഒരിക്കൽ പോലും അച്ഛൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ആരെങ്കിലും അച്ഛൻ്റെ അടുക്കൽ ആരുടെയെങ്കിലും കുറ്റം പറയാനായിട്ട് സമീപിച്ചാൽ തന്നെ അച്ഛനത് സ്വീകരിക്കാനോ കേൾക്കാനോ തയ്യാറുമായിരുന്നില്ല. അത്രത്തോളം വളരെ സ്നേഹത്തോടു കൂടി ഈ ഇടവകയെ നയിച്ച അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50 വർഷം അച്ഛൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് രൂപതാതലത്തിൽ ആഘോഷിച്ചെങ്കിലും ഞങ്ങളുടെ ഇടവകയിൽ അതിൻ്റെ ആഘോഷ പരിപാടികൾ നടത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഇടവകയുടെ കുടിയേറ്റത്തിൻ്റെ 50ാം വാർഷികമാണ് ഈ 2015 ഞങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തീർച്ചയായിട്ടും അച്ഛനെ വിളിച്ച് ഈ ഇടവക സമൂഹം അച്ഛനെ ആദരിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. എല്ലാ തരത്തിലും ഈ ഇടവകയ്ക്ക് നല്ല ഒരു നേതൃത്വം നൽകിയ ഓണയാത്തുംകുഴി അച്ഛന് ഇനിയുള്ള ശേഷിക്കുന്ന കാലം നന്നായിട്ട് പ്രവർത്തിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ ആരോഗ്യങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പശുക്കടവ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വമേറിയ ഒരു കാലഘട്ടമായിരുന്നു ബഹുമാനപ്പെട്ട ഓണയാത്തുംകുഴി അച്ഛൻ്റെ കാലത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം പശുക്കടവിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഓണയാത്തുംകുഴി അച്ഛൻ്റെ കാലത്താണ്. യുവജന സംഘടന ഏറ്റവും കൂടുതൽ വളർന്നതും താമരശ്ശേരി രൂപതയിൽ ഏറ്റവും നല്ല യുവജന സംഘടനയ്ക്കുള്ള അവാർഡ് നേടിയതും ബഹുമാനപ്പെട്ട ഓണയാത്തുംകുഴി അച്ഛൻ്റെ കാലത്താണ്. അച്ഛൻ്റെ കൂടെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ തന്നെ എത്രയോ വിശേഷങ്ങളാണ് അച്ഛന് പറയാനുള്ളതെന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. യുവജനങ്ങളുടെ കൂടെ എപ്പോഴും യുവജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വലിയ വിശുദ്ധനായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. എല്ലാ സമയവും ഏത് സമയത്തും യുവജനങ്ങളുടെ കാര്യത്തിലും അതുപോലെ മറ്റ് സംഘടനകളുടെ കാര്യങ്ങളിലാണെങ്കിലും ഏത് കൃഷിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം അച്ഛന് പ്രത്യേക താല്പര്യമാണ്. കൂടുതൽ എത്രയും നേരങ്ങൾ അച്ഛൻ്റെ അടുത്ത് കുത്തിന്ന് സംസാരിക്കുകയോ അത്രയും കൂടുതൽ പുതിയ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു എല്ലാ കാലഘട്ടങ്ങളിലും. അച്ഛൻ്റെ കാലത്താണ് അച്ഛന് ഒരു നിർദ്ദേശം വെച്ചത്, ഈ കുടിയേറ്റ മേഖലയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ജീവിച്ച നമ്മുടെ മാതാപിതാക്കന്മാർക്ക്
ഒരു വലിയ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് അച്ഛൻ്റെ കാലത്താണ് തീരുമാനിച്ചത്. അതനുസരിച്ചാണ് ഈ താമരശ്ശേരി രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കുടിയേറ്റ പിതാക്കന്മാർക്കൊരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. താമരശ്ശേരി രൂപതയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് സന്തോഷത്തോടുകൂടി പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ എളിമ, അദ്ദേഹത്തിൻ്റെ ലാളിത്യം, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അച്ഛന് ഒരാളെ പറ്റി അച്ഛൻ പോസിറ്റീവായിട്ടല്ലാതെ നെഗറ്റീവായിട്ട് ആ വ്യക്തിയെപ്പറ്റി സംസാരിക്കുന്നത് ഞങ്ങൾ ഇതേ നാഴിക വരെ കേട്ടിട്ടില്ല. ഒരു അൾത്താരയിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഓരോ ഞായറാഴ്ചയും ഓരോ വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോയോ ആ വ്യക്തിയെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളും പറഞ്ഞ് എല്ലാ ആളുകൾക്കും പരിചയപ്പെടുത്തി അഭിനന്ദിച്ച ശേഷമേ അച്ഛൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാറുള്ളൂ. മെയ് മാസത്തിലാണ് ഉണയാത്തുംകുഴി അച്ഛൻ പശുക്കടവിലേക്ക് കടന്നു വന്നത്. 98 വരെ അച്ഛൻ്റെ ശുശ്രൂഷ ഇടവകയ്ക്ക് ലഭിക്കുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ ഒരു സുവർണ കാലഘട്ടമായിരുന്നു അച്ഛൻ ഇവിടെയുള്ള ആ ശുശ്രൂഷ കാലഘട്ടം. ആത്മീയമായ മാത്രമല്ല, ഭൗതിക മേഖലകളിലും പൊതുകാര്യങ്ങളിലും എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് വേർതിരിവില്ലാതെ സമ്പത്ത് ഇല്ലാത്തവനെന്നോ കഴിവുള്ളവനെന്നോ കഴിവില്ലാത്തവനെന്നോ നോട്ടമില്ലാതെ ഏറ്റവും എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് സഹിഷ്ണുതയോടെ എല്ലാവരെയും കണ്ട ഒരു വികാരിയായിരുന്നു മാത്യു ഉണയാത്തുംകുഴി. എപ്പോഴും അച്ഛൻ്റെ ചുറ്റും ഒരു വിശുദ്ധിയുടെ പരിവേഷം ചൂഴ്ന്നു നിന്നതായി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും സമന്വയിപ്പിച്ച് ഒരുപോലെ കൊണ്ടുപോകുവാൻ അച്ഛൻ എപ്പോഴും ബദ്ധശ്രദ്ധനുമായിരുന്നു. മാതൃസംഘത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഞങ്ങളെ കുറേ പേരെ അതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്വം മനസ്സിലാക്കിയെടുത്തത് അച്ഛനാണ്. വെറും സംഘടന ഇങ്ങനെ കൊണ്ടുപോയാൽ പോരാ, അതിൻ്റെ കുടുംബത്തെ നവീകരിക്കുവാനുള്ള ഒരു വേദിയായിട്ട് മാതൃസംഘം വളർത്തിയെടുക്കണം. അമ്മമാരാണ് കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ എപ്പോഴും മാസം മീറ്റിങ്ങുകൾ നല്ല ഉപദേശങ്ങൾ തരണ്ടായിരുന്നു. മുൻപ് ആരോ സൂചിപ്പിച്ചതുപോലെ ഇടവകയിലെ ഞായറാഴ്ചകളിലെ സുവിശേഷ വായനയ്ക്ക് ശേഷം എപ്പോഴും ഒരു കവിതയോ കഥയോ അച്ഛൻ ഉപമയായി പറഞ്ഞുകൊണ്ട് നല്ല ഉപദേശം നൽകുന്ന, എപ്പോഴും സദാ പുഞ്ചിരിക്കുന്ന അച്ഛനെ പശുക്കടവുകാർക്ക് എപ്പോഴും നല്ല ഒരു ഓർമ്മയായി ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ 10 മിനിറ്റ് അച്ഛൻ പ്രസംഗം പറയുകയുള്ളൂ. ആ 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പറയുന്ന പ്രസംഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാതലായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഒന്നും പറയാൻ വളരെ വിശാലമായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു പ്രകൃതമല്ല അച്ഛൻ്റേത്. വളരെ കാര്യക്ഷമമായിട്ട് തന്മാത്രയ്ക്ക് യോജിച്ച വിധത്തിലാണ് അച്ഛൻ്റെ പ്രസംഗങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പള്ളിയിൽ വരാനും പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാനും ഒക്കെ ഏറ്റവും താല്പര്യമുള്ള അവസരങ്ങളായിരുന്നു ഉണയാത്തുംകുഴി അച്ഛൻ്റെ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെ കാര്യത്തിലാണെങ്കിലും മാതൃസംഘമാകട്ടെ, മിഷൻ ലീഗ് ആകട്ടെ, വിൻസെൻ്റ് ഇപ്പോൾ ആകട്ടെ, അങ്ങനെ എല്ലാ സംഘടനകളെയും വളർത്തുന്ന കാര്യത്തിൽ അങ്ങേയറ്റം അച്ഛന് പരിശ്രമശാലിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞങ്ങൾക്ക് ശ്രേഷ്ഠമായത്. അദ്ദേഹത്തെ പോലെ ലാളിത്യമുള്ളൊരു വൈദികനെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം വൈകുന്നേരം ഒരു 4 മണിയായി കഴിയുമ്പോൾ ഈ പള്ളിയുടെ ഇവിടെ നിന്ന് ഒരു കതറിൻ്റെ മുണ്ടുമൊക്കെ എടുത്ത് ചെറിയൊരു ഷർട്ടൊക്കെ ഇട്ട് ഈ അവിടെ മുതൽ താഴെ വരെ അങ്ങ് നടക്കും. ആ നടക്കുന്ന വഴിയിൽ കാണുന്ന ആളുകളോടൊക്കെ എല്ലാവരും ചേട്ടന്മാരെ എന്നൊക്കെ വിളിച്ച് എല്ലാവരോടും വളരെ കൃത്യമായിട്ട് ലോകിയൊക്കെ പറഞ്ഞ് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാം വളരെ ഭംഗിയായിട്ട് സംസാരിച്ചൊക്കെ ശേഷമാണ് അച്ഛൻ പള്ളിക്കിലേക്ക് 6 മണിയാകുമ്പോഴത്തേക്കും പള്ളിക്കിലേക്ക് മടങ്ങിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ നന്നേ ചെറുപ്പത്തിലെ തന്നെ വിജ്ഞാനത്തിലും വിനോദത്തിലും വളരണമെന്ന് ഈ വൈദികന് ഏറെ നിർബന്ധമുണ്ടായിരുന്നു. പശക്കടവ് ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ മാനേജരായിരുന്ന കാലത്ത് അച്ഛനത് തെളിയിച്ചു. മാനേജർ എന്ന നിലയിൽ
ഈ വിദ്യാലയത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഈ വിദ്യാലയത്തിന് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. വിദ്യാലയ പരിസരം ഹരിതവൽക്കരിക്കുന്നതിന് അദ്ദേഹം ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. ഈ കാണുന്ന തേക്ക് മരങ്ങളൊക്കെ നട്ടു. അതുപോലെ തന്നെ സ്കൂളിന് ചുറ്റും വളരെ മനോഹരമായ ഒരു വാള് മതിൽ നിർമ്മിക്കുകയും സ്കൂളിന് കൂടുതൽ സുരക്ഷിതത്വം ഉണ്ടാക്കുകയും ചെയ്തു. ജനുവരി ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും നമുക്ക് കടുത്ത വേനലൊക്കെ അനുഭവപ്പെടും, ജലക്ഷാമമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരിക്കലും പറ്റാത്ത ഒരു കിണർ കുടിക്കാൻ വേണ്ടി അദ്ദേഹം അതിന് മുൻകൈ എടുക്കുകയും അങ്ങനെ പലവിധ പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ സ്കൂളിന് വേണ്ടി കാഴ്ചവെച്ച ഒരു ബഹുമാന്യായ വൈദികനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ ഇടപെടുന്ന വ്യക്തികളുമായിട്ട് ഒരിക്കൽ പോലും ഒരു അഭിപ്രായ സംഘടനമോ വികാര വിക്ഷോഭ പ്രകടനങ്ങളോ ഒന്നും കൂടാതെ എപ്പോഴും സൗമ്യനായി ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. എബ്രഹാം ലിങ്കൺ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, എന്നേക്കാൾ വിനയമുള്ളവരായിട്ട് വേറൊരാൾ ഉണ്ടാവാൻ പാടില്ല എന്ന്. ഏതാണ്ട് അതിനേക്കാളും വിനയാന്വിതനായിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛനെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഞാനൊരു കവിത ചൊല്ലാം. കവിത കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇരുളും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിതതർപ്പണത്തിൽ ഒരു സത്യം മാത്രം നിഴലിക്കുമെന്നും പരമാർത്ഥ സ്നേഹത്തിൻ മന്ദഹാസം. കൊക്കോ കൃഷിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഗ്രാമത്തിലെ കർഷകരെ സംഘടിപ്പിക്കാനും അച്ഛൻ തൻ്റെ തിരക്കുകൾക്കിടയിൽ ശ്രമിച്ചിരുന്നു. കൊക്കോ സംഭരണവും വിതരണവുമെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു. പശുക്കടവ് ഈ വയനാടിൻ്റെ പ്രതീതിയുള്ള ഒരു കാലാവസ്ഥയാണ്. ഇപ്പം തണുപ്പുമൊക്കെ കൂടുതലാണ്. ഇപ്പോൾ പലരും പറഞ്ഞു ഇവിടെ കൊക്കോ കൃഷി ചെയ്താൽ വളരെ ലാഭകരമായിരിക്കുമെന്ന്. ചിലരെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാം വളരെ ദൂരെ അകലെ പോവുകയാണ് ആ കൊക്കോ കൊടുത്തിരുന്നത്. തൊട്ടിൽപ്പാലത്ത് കൊണ്ടുപോയാണ് കൊടുത്തിരുന്നത്. പിന്നീട് എല്ലാവരുമായിട്ട് ആലോചിച്ച് കാഡ്ബറിയിൽ ഞാൻ പോയി മാനേജരെയൊക്കെ കണ്ടു. അവിടുന്ന് ഇടവക്കാർക്ക് ആവശ്യമായിട്ടുള്ള കൊക്കോ തൈകളെല്ലാം വാങ്ങിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. അങ്ങനെ അവിടെ കൊക്കോ കൃഷി പുഷ്ടിപ്പെടാൻ തുടങ്ങി. ശരിക്കും പശുക്കടവിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ് അച്ഛൻ പശുക്കടവിൽ വരുന്നത്. ആധ്യാത്മിക രംഗത്ത് മാത്രമല്ല, ഭൗതിക രംഗത്തും പൊതുരംഗത്തും മുഴുവൻ മേഖലകളിലും അച്ഛൻ്റെ ചുറിയുറുക്ക് മുഴുവൻ പ്രവർത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു. പശുക്കടവിനെ സംബന്ധിച്ചിടത്തോളം 4 വർഷക്കാലം ഒരു സുവർണ്ണകാലമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയത്തക്ക കാര്യം, പശുക്കടവിൻ്റെ സമ്പദ്ഘടന തന്നെ മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിട്ട് ഇപ്പോൾ എടുത്തു പറയത്തക്ക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊക്കോ കൃഷിയെക്കുറിച്ചാണ്. അന്ന് പശുക്കടവിൽ നാമമാത്രമായിട്ട് കൊക്കോ കൃഷി ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ കൊക്കോ കൊണ്ടുകൊടുക്കാനുള്ളൊരു സ്ഥലം, ഒരു ഡിപ്പോ എന്ന് പറയുന്ന കാഡ്ബറിയുടെ തൊട്ടിൽപ്പാലത്തുള്ള 12 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തായിരുന്നു.
അവിടേക്ക് ഈ 5, 6, 10 കിലോ കൊക്കോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ജീപ്പിനും നടന്നും ഒക്കെയാണ്. വളരെ പ്രയാസപ്പെട്ട് കൊണ്ടുവരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അച്ഛനുമായിട്ട് ഇത് തുടങ്ങിയ കുറച്ച് കൃഷിക്കാർ, കൊക്കോ കൃഷി ചെയ്തിരുന്ന കുറച്ച് കൃഷിക്കാർ ഈ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ കാഡ്ബറിയുടെ മാനേജറുമായിട്ട് അച്ഛന് അടുത്ത പരിചയമുണ്ട്. അച്ഛൻ അവരുമായിട്ട് ബന്ധപ്പെടുകയും പശുക്കടവിലൊരു ഡിപ്പോ തുടങ്ങാനുള്ള സംവിധാനം അവരുണ്ടാക്കി തരികയും ചെയ്തു. ഇനി പശുക്കടവിൽ ഒരു ഡിപ്പോ തുടങ്ങണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഉൽപ്പാദനം അവർക്ക് വേണം. അപ്പോൾ അച്ഛൻ ഒരു ഞായറാഴ്ച പറഞ്ഞ പ്രസംഗം പശുക്കടക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ചേട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലും കപ്പയും ഞായറാഴ്ച തിന്നണമെങ്കിൽ ഈ കൊക്കോ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും എല്ലും കപ്പയും തിന്നണമെങ്കിൽ കൊക്കോ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലും കപ്പയെങ്കിലും തിന്നത്തില്ല. അതുകൊണ്ട് ഒരു വീടുകളിൽ ഒരു 10, 25, 50 തൈയെങ്കിലും നമുക്ക് നടണം. അങ്ങനെ കാഡ്ബറിയോട് പറഞ്ഞ് കാഡ്ബറി കമ്പനി തന്നെ തൈ ഇവിടെ വിതരണം ചെയ്ത് പശുക്കടവ് മേഖലയുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടെല്ലായിട്ട് തന്നെ ടൺ കണക്കിന് കൊക്കോ ആഴ്ചകളിൽ പശുക്കടവിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇന്ന് 10, 25 മൂട് കൊക്കോ ഇല്ലാത്തവർ ഒറ്റ വീടുകൾ പശുക്കടവിൽ നാനാജാതി മതസ്ഥരുടെ ഇടയിലില്ല. എല്ലാവരുടെ ഇടയിലും എല്ലാ വീടുകളിലും ഇന്ന് കൊക്കോ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായിട്ട് മാറുകയാണ്. അപ്പോൾ പശുക്കടവിൻ്റെ സാമ്പത്തിക മേഖലയിൽ അച്ഛൻ വരുത്തിയ മാറ്റം ഈ ഇടവകയിലെ ക്രൈസ്തവരായ ആൾക്കാരെ മാത്രമല്ല നാനാജാതി മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ ഒരു കാരണവശാലും ഒരു കാലത്തും മറക്കുകയില്ലാത്ത ഒരു അനുഭവമാണ് കൊക്കോ കൃഷിയിലൂടെ കൃഷിക്കാർക്ക് കിട്ടിയിരിക്കുന്ന ആ വലിയൊരു അനുഭവം. അതുകൊണ്ട് അച്ഛൻ്റെ ഈ 4 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് പശുക്കടവിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയത്തക്കട്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖല തന്നെ ഈ കൊക്കോ കൃഷിയുടെ വ്യാപനമാണ്. അതുപോലെ തന്നെ അച്ഛൻ അന്ന് പള്ളിയിൽ ഈ തൈകളൊക്കെ നടുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും തേക്ക് തൈ പള്ളി മുറ്റത്തിൻ്റെ ചുറ്റുപാട് മുഴുവൻ ഒരു 100 വർഷം കഴിയുമ്പോൾ ഇനി ഒരു രൂപ പോലും പിരിക്കാതെ നമുക്കൊരു 10 തേക്കും തടി വിറ്റിട്ട് നമുക്ക് പള്ളി പുതുക്കിപ്പണിയാന്ന് പറഞ്ഞു. ഇപ്പം വളരെ സെമിത്തേരിയുടെ താഴ്ഭാഗം മുഴുവൻ ഒരു തേക്കൻ തോട്ടം തന്നെ അന്ന് അച്ഛൻ്റെ കാലഘട്ടത്തിൽ മറക്കാൻ പറ്റാത്ത, വരും തലമുറയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ